ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ ഞായർ. ഈസ്റ്റർ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് ദൈവകരുണയുടെ ഞായറായി ആഘോഷിക്കുന്നത്. AD 2000 ആണ്ടിൽ ഏപ്രിൽ ഈസ്റ്റർ കഴിഞ്ഞ ആദ്യത്തെ ഞായറാഴ്ചയാണ് വിശുദ്ധ ഫൗസീനയെ ജോൺ പോൾ മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഫൗസീനയ്ക്ക് യേശുനാഥൻ നൽകിയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ദൈവകരുണയുടെ ഞായർ ആഘോഷിക്കുന്നത്. കരുണയുടെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും ഒഴുകുന്ന 2 രശ്മികളാണ്. ഒന്ന് ചുവപ്പും മറ്റൊന്ന് വെള്ളയും. ചുവപ്പ് നിറത്തിലുള്ള പ്രകാശരശ്മി യേശുവിൻ്റെ കുരിശുമരണത്തെയും അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വെള്ളരശ്മി യേശുനാഥൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെയും ജ്ഞാനസ്നാനത്തിൻ്റെ വലിയ കൃപാവരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ കുരിശിൽ തിരുവിലാപിൽ നിന്നും ഒഴുകുന്ന രക്തത്തെയും ജലത്തെയുമാണ് ഈ 2 ലക്ഷ്മികളും സൂചിപ്പിക്കുന്നത്. കരുണയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവിടുത്തെ പുത്രൻ്റെ മനുഷ്യാവതാരവും വലിയ ഒരു കരുണയുടെ അടയാളമായിരുന്നു. അവിടുത്തെ മനുഷ്യാവതാരത്തെയും പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉയർപ്പിനെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരു ദിവസം നൽകുകയാണ്. ദൈവകരുണയുടെ ദിവസം മറ്റൊരു വിശേഷണം കൂടി ഈ ഞായറാഴ്ചയ്ക്കുണ്ട്. വെള്ള വസ്ത്രധാരികളുടെ ഞായർ എന്നും ഉദ്ധാനത്തിൻ്റെ സന്തോഷ ദിവസം യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജ്ഞാനസ്നാനത്തിലൂടെ സഭയിലെ അംഗമായി തീരുന്ന ഓരോ പുതിയ മക്കളെയും അവരുടെ ആ ജ്ഞാനസ്നാന ദിവസം ധരിച്ച വെള്ള വസ്ത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ ഞായർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കരുണയുള്ള മക്കളായി ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.